ദാരിദ്ര്യവും ദുർബലതയും തടയാൻ ലക്ഷ്യമിടുന്ന മനുഷ്യാവകാശമാണ് സാമൂഹിക സുരക്ഷ. അതുറപ്പുവരുത്താൻ ദുർബല ജനവിഭാഗങ്ങൾക്കായി 1980 മുതൽ കേരളം നൽകിവരുന്ന പിന്തുണാ സംവിധാനമാണ് ക്ഷേമ പെൻഷനുകൾ. വ്യക്തിപരമായ സാമ്പത്തിക പരാധീനതകളിൽ നിന്ന് അവശ്യ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന സർക്കാരിന്റെ ഈ മുൻകരുതൽ സാമൂഹിക നീതി ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധരായവരുടെ ഐക്യദാർഢ്യം കൂടിയാണ്. അതാണിപ്പോൾ 62 ലക്ഷം പേരുടെ പുഞ്ചിരിയായി പടരുന്ന കേരളത്തിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ. നമ്മൾ മണിതുയർത്തി മണ്ണിൽ തനിമയുടെ പുതിയൊരിടം കേരനിരതൻ ക്ഷേമമരുളും തെളിവായി ദിനവും വളരും ഇടമാണവ കേരളം, പ്രിയ കേരളം. അടികളിടറാതെ ഇനിയും അതിദാരിദ്ര്യമില്ല നാട്ടിൽ, ഇവിടെ മതഭേദങ്ങളില്ല തമ്മിൽ. കേരളം ഉലകിനും മാതൃകയിൽ വളരും ഈ ഭൂമി, ഇത് പറയുന്നത് ഭരണ വിജയം. പണിതുയർത്തി മണ്ണിൽ തനിമയുടെ പുതിയൊരിടം. കർഷക തൊഴിലാളികൾ മുതൽ അവശ്യ ജനവിഭാഗങ്ങൾക്ക് വരെ ക്ഷേമ പെൻഷൻ നൽകുന്ന നാടാണ് കേരളം. 50 കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾ, വയോജനങ്ങൾ, മാനസികവും ശാരീരികവുമായി വെല്ലുവിളി നേരിടുന്നവർ, വിധവകൾ എന്നിങ്ങനെ 5 വിഭാഗങ്ങൾക്കും 16 തൊഴിൽ വിഭാഗങ്ങളിലെ വിരമിച്ച തൊഴിലാളികൾക്കും പിന്തുണ നൽകുന്ന സാമൂഹ്യ ഭദ്രതാ പദ്ധതി കൂടിയാണ് ക്ഷേമ പെൻഷൻ. വാർദ്ധക്യ പെൻഷൻ കിട്ടണത്. പിന്നെ ഇവിടെ വേറെ ആരും ഇല്ല, ഞാനാണ് മാത്രമേ ഉള്ളൂ. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. സർക്കാർ ചെയ്യുന്നത് എനിക്കൊരു വലിയൊരു സഹായമാണ്. എനിക്ക് ഭർത്താവില്ല, എനിക്കൊരു മോനില്ല, ഒരു മോള് മാത്രമേ എനിക്കുള്ളൂ. കർഷക തൊഴിലാളി പെൻഷനാണ് ഞാൻ വാങ്ങിക്കുന്നത്, എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ക്ഷീരകർഷകർ, മത്സ്യത്തൊഴിലാളികൾ, ലോട്ടറി വിൽപ്പനക്കാർ, കയർ ഖാദി തൊഴിലാളികൾ, ചെറുകിട വ്യാപാരികൾ, അസംഘടിത മേഖലയിലുള്ളവർ, ചുമട്ടുതൊഴിലാളികൾ, ആഭരണ തൊഴിലാളികൾ, ചെറുകിട തോട്ടം തൊഴിലാളികൾ തുടങ്ങി കശുവണ്ടി തൊഴിലാളികൾ വരെ ഉൾപ്പെടുന്ന വിഭാഗങ്ങൾക്കാണ് സർക്കാർ ക്ഷേമ പെൻഷൻ നൽകി വരുന്നത്. എല്ലാ വിഭാഗങ്ങളിലും നിറയുന്ന സംതൃപ്തി, എല്ലാവരെയും പരിഗണിക്കുന്ന സംരക്ഷണം. ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ കൊടുക്കാൻ പണമില്ലാത്ത അവസ്ഥ ആ സാഹചര്യം വന്ന് ഉണ്ടാക്കി. അങ്ങനെ വന്നപ്പോൾ ചില മാസങ്ങളിലെ പെൻഷൻ മുടങ്ങിപ്പോയി. നിർഭാഗ്യകരമായ ഒരു കാര്യമായിരുന്നു അത്. ഞങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമല്ലത്. വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ പൊതുനിലപാട് പിന്നീട് പ്രഖ്യാപിച്ചു. ആ പെൻഷൻ കൃത്യമായി മാസം തോറും കൊടുക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ മാസം തോറും കൊടുത്തു വരുന്നു. കുടിശ്ശിക കൃത്യമായി തീർത്തു പോകുന്നു. ഈ മാസം 3200 രൂപ വീതമാണ് ഓരോ ആൾക്കും കൊടുത്തത്. കാരണം ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്താണ് കൊടുക്കുന്നത്. അടുത്ത് തന്നെ കുടിശ്ശിക മുഴുവൻ തീരാൻ പോവുകയാണ്. കൃത്യമായി ഓരോ മാസവും കൊടുക്കുന്ന നിലയാണ് സ്വീകരിച്ചു പോകുന്നത്. 63.67 ലക്ഷം പേരാണ് കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഡേറ്റാബേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ 63% വനിതകൾ ഉൾപ്പെടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ 62 ലക്ഷത്തോളം പേരാണ് നിലവിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ. 2016 34,43,414 പേർക്ക് 18 മാസം കുടിശ്ശികയോടെയായിരുന്നു ക്ഷേമ പെൻഷൻ വിതരണം. അക്കാലത്ത് കർഷക തൊഴിലാളി പെൻഷൻ 600 രൂപയും അവിവാഹിതർക്കും വിധവകൾക്കും 800 രൂപയും ശാരീരിക വൈകല്യം 80% കൂടുതൽ വരുന്ന ഭിന്നശേഷിക്കാർക്ക് മാത്രം 1100 രൂപയുമായിരുന്നു പ്രഖ്യാപിത പെൻഷൻ നിരക്ക്. 2016 ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതു മുതൽ ക്ഷേമ പെൻഷനുകളിൽ തുടർച്ചയായി വർധന യാഥാർത്ഥ്യമാക്കി. കേരളത്തെ സമ്പൂർണമായും ഒരു ക്ഷേമ സംസ്ഥാനമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ 9 വർഷമായി സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വിപുലീകരിച്ച സർക്കാർ എല്ലാത്തരം പെൻഷനുകളും 1600 രൂപയാക്കി ഏകീകരിച്ചു.
ഇതിനകം 63,000 കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷനുകൾക്കായി മാത്രം ഈ സർക്കാർ നീക്കിവച്ചത്. ഈ 10 വർഷം, ഇപ്പോൾ 10ാമത്തെ വർഷമാണ് 2 ഗവൺമെൻറ്റുകളുടെ തുടർച്ചയിൽ ഏറ്റവും നന്നായി ഏറ്റവും കൂടുതൽ പണം മാറ്റിവെച്ച ഒരു മേഖലയാണ് ക്ഷേമ പെൻഷൻ. ഒന്നാം പിണറായി സർക്കാർ 5 വർഷം കൊണ്ട് ഏകദേശം 37,000 കോടി രൂപയാണ് കൊടുത്തു തീർത്തത് ക്ഷേമ പെൻഷന്. അതിനകത്ത് 18 മാസക്കാലത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊടുക്കാനുണ്ടായിരുന്ന കുടിശ്ശികയും ഉൾപ്പെടെ ചേർത്ത് കൊടുത്തു എന്നാണ് രേഖകളും വാർത്തകളും പറയുന്നത്. 2ാം പിണറായി സർക്കാർ ഞങ്ങളിപ്പോൾ ചുമതല ഏറ്റെടുത്തിട്ട് 4 വർഷം തികയുന്നു. ഈ 4 വർഷം കൊണ്ട് ഇതുവരെ 40,000 കോടിയോളം രൂപ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ് ഏറ്റെടുത്തു. 5 വർഷമാകുമ്പോൾ 50,000 കോടി രൂപയിലധികം ഈ സർക്കാർ കൊടുത്തു തീർക്കും എന്നുള്ളതാണ് ഏറ്റവും മിനിമം കണക്ക്. സമയബന്ധിതമായാണ് നമ്മുടെ സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളിലൂടെ പ്രതിമാസം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ നേരിട്ടോ വിതരണം ചെയ്യുന്ന പെൻഷൻ തുകയിലൂടെ സമൂഹത്തിൽ പിന്തുണയർഹിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള മാർഗം കൂടിയാണ് സർക്കാർ ഉറപ്പാക്കുന്നത്. കർഷക തൊഴിലാളികൾ മുതൽ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ കൈകളിൽ വരെ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ എത്തിക്കുന്ന സർക്കാർ ക്ഷേമനിധി ബോർഡുകൾ വഴി 6 ലക്ഷത്തോളം പേർക്കുള്ള ക്ഷേമ പെൻഷനുകളും മുടക്കം കൂടാതെ വിതരണം ചെയ്യുകയാണ്. കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ഈ എല്ലാ വർഷവും നമ്മുടെ മെമ്പേഴ്സിന് 4,000 രൂപ ആണ് പെൻഷൻ കൊടുക്കുന്നത്. 60 വയസ്സ് കഴിഞ്ഞ പെൻഷനേഴ്സിന്. ഇപ്പോൾ ഏകദേശം 4,267 പേർക്ക് നമ്മളൊരു മാസം പെൻഷൻ കഴിഞ്ഞ മാസം വരെ കൊടുത്തു പോയിട്ടുണ്ട്. അത് ഏകദേശം 1,68 ലക്ഷം രൂപയുടെ അടുത്ത് ആയിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഫാമിലി പെൻഷനും മറ്റ് നടപടികളും എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു ക്ഷേമനിധി അക്ഷരാർത്ഥത്തിൽ കലാകാരന്മാർക്ക് ഒരു വലിയ സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മെയ് മാസം വരെയുള്ള പെൻഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനാണ്. ഗവൺമെൻറ് നമുക്ക് അതിനനുസരിച്ച് വലിയ സഹായവും ചെയ്തു തരുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് നമുക്ക് വലിയ സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട്. 57,350 പേർക്ക് നമ്മൾ പ്രതിമാസം പെൻഷൻ കൊടുക്കുന്നുണ്ട്, 1,600 രൂപ വെച്ച്. അതിന് വരുന്ന തുക സർക്കാരാണ് തരുന്നത്, മൊത്തം തുകയും. അതുപോലെ തന്നെ 1,118 അവശതാക്കാരുണ്ട്. അവർക്കും ഉള്ള ഫണ്ട് മറ്റെല്ലാ തൊഴിൽ മേഖലയിലും ഓൺ ഫണ്ടിൽ നിന്ന് കൊടുക്കണമെന്നും പറഞ്ഞ് ഒരു ഉത്തരവ് വന്ന് നമുക്ക് ഓൺ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് ഗവൺമെൻറ് പ്രത്യേക സാങ്ഷൻ തന്ന് അവർക്കും ആ തരത്തിൽ സർക്കാരിൽ നിന്നാണ് ആ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 2024 മാർച്ച് മുതലാണ് ഈ സർക്കാർ അതാത് മാസം തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഉറപ്പാക്കുന്നത്. 5 മാസത്തെ കുടിശ്ശികയിൽ 3 ഗഡു നൽകിയും 2015 CAG റിപ്പോർട്ടിലെ വിമർശനം കണക്കിലെടുത്ത് അനർഹരെ ഒഴിവാക്കി കൂടുതൽ ഗുണഭോക്താക്കളിൽ പെൻഷൻ എത്തിച്ചും 2017 മുൻപ് 2 പെൻഷൻ ലഭിച്ചിരുന്നവർക്ക് തൽസ്ഥിതി ഉറപ്പുവരുത്തിയും ഈ രംഗത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് നമ്മുടെ സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത്. എനിക്ക് ഈ പെൻഷൻ കൊണ്ട് ആണ് എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നടക്കുന്നത്. മരുന്ന് വാങ്ങിക്കാൻ ലഘുവായിട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ മക്കളെ സ്വാധീനിക്കണം, അവരോട് പറയണം. അതൊന്നും കൂടാത്ത തരത്തിൽ ഇന്നത്തെ ഗവൺമെൻറ് ഈ തരുന്ന പൈസ വളരെ അനുഗ്രഹമാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളെന്നൊന്നും എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇതേ ഉള്ളൂ വരുമാനം. ദാരിദ്ര്യ കുടുംബത്തിലുള്ള ഒരു അംഗമാണ്. പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഈ പെൻഷൻ കിട്ടുന്ന വലിയ ഉപകാരമാണ്. മുടങ്ങാതെ കിട്ടുന്നുണ്ട് പെൻഷൻ. 18 മാസം കിട്ടാതിരുന്ന പെൻഷനും അതും ഞങ്ങൾക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഇത് കിട്ടുന്നത് കൊണ്ട് എനിക്ക് വലിയ ദാരിദ്ര്യമില്ല, അത് കഴിഞ്ഞു പോകുന്നുണ്ട്. 600 രൂപ വെച്ചായിരുന്നു ആദ്യം കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അത് 1,600 രൂപ വെച്ച് കിട്ടാൻ തുടങ്ങി. എനിക്ക് ഇത് ഒത്തിരി ഉപകാരമുള്ളൊരു കാര്യമായിപ്പോയി. മരുന്നിൻ്റെ കാര്യത്തിലാണെങ്കിലും എങ്ങോട്ടെങ്കിലും ഒരു ബസ് ഫയറാണെങ്കിലും എനിക്ക് ആവശ്യത്തിനെടുക്കാൻ സ്വന്തമായി കൈ പൈസയായി. അതിന് വളരെ നന്ദിയുണ്ട്. എനിക്കിത് ഏറ്റവും നല്ലൊരു സന്തോഷമായ കാര്യമാണ്. എൻ്റെ മകൻ 5.5 വർഷമായി
സ്ട്രോക്ക് വന്നിട്ട് അവൻ തളർന്നു കിടക്കുകയാണ്. അപ്പോഴിത് എനിക്കൊരു വലിയൊരു ധനമായിട്ടാണ് ഞാനിത് കണക്കാക്കുന്നത്. എല്ലാ മാസവും പെൻഷൻ വീട്ടിൽ കൊണ്ടുവരണുണ്ട്. അസുഖത്തിൻ്റെ ഇതായതുകൊണ്ട് ആ പൈസ അസുഖത്തിനായിട്ട് ഉപയോഗിക്കുന്നു. എനിക്ക് കൃത്യമായിട്ട് ബില്ലങ്ക പെൻഷൻ കിട്ടുന്നുണ്ട്. എല്ലാ മാസവും കൃത്യമായി എൻ്റെ പെൻഷൻ ഇവിടെ കൊണ്ടു തരുന്നുമുണ്ട്. അത് വാങ്ങിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഗുളികയും മരുന്നും എല്ലാം വാങ്ങിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. സംസ്ഥാനത്ത് നിലവിലുള്ള 5 ഇനം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ കേന്ദ്ര സർക്കാരിന്റെ NSAP പദ്ധതി പ്രകാരം വാർദ്ധക്യകാല പെൻഷൻ, വിധവ പെൻഷൻ, വികലാംഗ പെൻഷൻ എന്നിവയ്ക്കായി 6.88 ലക്ഷം പേർക്കാണ് തുച്ഛമായ കേന്ദ്ര സഹായം ലഭിക്കുന്നത്. 900 കോടി രൂപ കേരളം പ്രതിമാസ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി നീക്കിവെക്കുന്നതിൽ 18.75 കോടി രൂപ മാത്രമാണ് ഈ ഇനത്തിൽ കേന്ദ്രവിഹിതം. ഇതും കൃത്യമായി ലഭിക്കാത്ത ഘട്ടങ്ങളിൽ സംസ്ഥാനം തന്നെ മുൻകൂർ തുക നൽകിയാണ് വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കായി ക്ഷേമ പെൻഷൻ ഉറപ്പാക്കുന്നത്. വാർദ്ധക്യകാല പെൻഷൻ കൈപ്പറ്റുന്നുണ്ട്. എനിക്ക് ആരംഭകാലത്തെങ്കിൽ 600 രൂപ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് 1600 രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ചികിത്സാ ചെലവുകൾക്കും കാര്യങ്ങൾക്കും എനിക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയായിട്ടാണിത്. എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായ കാര്യമാണ്. പെൻഷൻ മേടിക്കുന്ന ജനങ്ങളല്ല, അല്ലാത്ത ജനങ്ങൾക്ക് പറയാം. ഈ പൈസ കൊണ്ട് ഒത്തിരി ആൾക്കാർ ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ഒരു മരുന്നിൻ്റെ ആവശ്യത്തിനും പിള്ളേരോട് പൈസ മേടിക്കാതെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്താനുള്ളൊരു വലിയൊരു നേട്ടമാണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വലിയൊരു സഹായമാണ് അത്. കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. മാസം മാസം അല്ലെ കുടിശ്ശിക തീർത്ത് കിട്ടുമല്ലോ. ഒന്ന് കുടിശ്ശിക വന്നാൽ 2 മാസത്തെ ഒന്നിച്ച് കിട്ടുമല്ലോ. കിട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം 3200 കിട്ടി. ഈയിടെയാണെങ്കിലും 1 രൂപ പോലും ഇരുന്നായിരുന്നപ്പോൾ 2 മാസം പെൻഷൻ കിട്ടി. അതുകൊണ്ട് ഞാൻ സന്തോഷിച്ചിരിക്കുമായിരുന്നതാ. അങ്ങനെയാണ്. പിന്നെ റേഷൻ കിട്ടും, നമുക്ക് അരി കിട്ടുന്നുണ്ട് പൈസ കൊടുക്കാതെ. അതൊക്കെ ഒരു നല്ല കാര്യം നമുക്ക്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ആ കാര്യമൊക്കെ. എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. മകന് വികലാംഗ പെൻഷൻ കിട്ടുന്നുണ്ട്. ഞങ്ങൾ അതുകൊണ്ടാണ് മരുന്നൊക്കെ വാങ്ങിക്കുന്നത്. ഈ പെൻഷൻ കൊണ്ട് അനേകായിരം ആൾക്കാർ ജീവിക്കുന്നുണ്ട്. മരുന്ന് മേടിക്കാനായാലും ആഹാരത്തിനായാലും എല്ലാം ഇത് തന്നെ. $3200 2 മാസത്തെ പോട്ടാപ്പം. ഏതു പ്രതികൂല സാഹചര്യത്തിലും മാസാമാസം ക്ഷേമ പെൻഷൻ വിതരണം ഉറപ്പാക്കാനാണ് ഈ സർക്കാർ കേരള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലിമിറ്റഡ് കമ്പനിക്ക് രൂപം നൽകിയത്. സാമ്പത്തിക പ്രതിസന്ധിയുണ്ടായാലും ക്ഷേമ പെൻഷൻ മുടങ്ങാൻ പാടില്ലെന്ന ദൃഢനിശ്ചയം കൂടിയായിരുന്നു കമ്പനി രൂപീകരണത്തിന് പിന്നിലെ പ്രേരണ. താൽക്കാലികമായി കടമെടുത്താലും പെൻഷൻ വിതരണം ഉറപ്പാക്കുകയും പണം ലഭ്യമാക്കുന്ന മുറയ്ക്ക് കമ്പനിയുടെ കടം വീട്ടുകയും ചെയ്യുക എന്നതാണ് ഇക്കാര്യത്തിലെ സർക്കാർ നിലപാട്. അതായത് ഇപ്പോൾ ഈ സാമൂഹ്യ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ 2018-19 നമ്മളൊരു കമ്പനി രൂപീകരിക്കുകയുണ്ടായി. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി ലിമിറ്റഡ്. അങ്ങനെ ഒന്ന് രൂപീകരിക്കുകയുണ്ടായി. അതിനുശേഷം ഏതാണ്ട് നമ്മൾ 61 ലക്ഷം കോടി രൂപയോളം നമ്മൾ പെൻഷനായി നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താ? ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പെൻഷൻ മുടക്കം കൂടാതെ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ? നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കടം എടുക്കുന്നുണ്ടെങ്കിൽ ആ കടം കേരള സർക്കാരിൻ്റെ പൊതു കടമായി മാറ്റുന്ന ഒരു രീതിയാണ് കേന്ദ്രം ചെയ്യുന്നത്. അതായത് പ്രത്യേക ഉദ്ദേശ സ്ഥാപനങ്ങൾ പ്രത്യേക സാമൂഹിക ലക്ഷ്യത്തോടുകൂടി എടുക്കുന്ന കടം, ആ കടം പൊതു കടത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയും അങ്ങനെ സംസ്ഥാനത്തിന് തന്നെ കടമെടുക്കാവുന്ന പരിധി കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു വളരെ വിരോധാഭാസകരമായ ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പക്ഷത്തു നിന്ന് ഉണ്ടാകുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ കേരളം നേരിട്ട കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ 9 വർഷത്തിനിടെ ആദ്യമായി ക്ഷേമ പെൻഷൻ 5 ഗഡു കുടിശ്ശികയായി വർദ്ധിച്ചത്.
എന്നാൽ 2024 മാർച്ച് മുതൽ അതാതു മാസം തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഉറപ്പാക്കിയ സർക്കാർ കുടിശ്ശികയിൽ 3 ഗഡു വിതരണം ചെയ്തു കഴിഞ്ഞു. ബാക്കി 2 ഗഡു കൂടി ഈ വർഷം തന്നെ വിതരണം ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയും പെൻഷൻ തുകയെന്നത് അശരണരായവർക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള കരുതൽ ധനമാണെന്ന് വ്യക്തമാക്കിയും സാമൂഹിക സുരക്ഷയുടെ പുതിയ പാഠങ്ങൾ യാഥാർത്ഥ്യമാക്കുകയാണ്. ഈ പെൻഷനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് ഞാനീ പറഞ്ഞതാണ്. നേരത്തെ കൊടുത്തതിനേക്കാളും വർദ്ധിപ്പിച്ച് അധികരിച്ച് കൊടുത്തു തീർക്കാനുള്ള മുഴുവൻ പണവും കൊടുക്കും. കാരണം അത് സാധാരണക്കാരുടെ ആശ്വാസത്തിൻ്റെ, അവരുടെ ജീവിതത്തിൻ്റെ ഉറപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബലമാണ്. അത് നൽകുക എന്നുള്ളത് LDFിൻ്റെ കൃത്യമായ നിശ്ചയദാർഢ്യമാണ്. ഞാനൊരു വികലാംഗനാണ്. ഞാൻ സർക്കാരിൻ്റെ വികലാംഗ പെൻഷൻ മേടിച്ചാണ് ജീവിക്കുന്നത്. അതിലൊരു ചെറിയൊരു കടയുണ്ട്. ആ വരുമാനമുണ്ട്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് വിധവാ പെൻഷനുണ്ട്. ആ വിധവാ പെൻഷനും കൂടെ കിട്ടിക്കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. കഴിഞ്ഞ മാസത്തെ ഈ മാസത്തെ കൂട്ടി 3200 രൂപ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടി, എനിക്കും എൻ്റെ കുടുംബത്തിനും. അർഹതപ്പെട്ട എല്ലാവർക്കും ക്ഷേമ പെൻഷൻ ഉറപ്പാക്കുന്നതിനുള്ള നിയമാനുസൃത സംവിധാനങ്ങൾ ഈ സർക്കാർ ഉറപ്പാക്കുകയാണ്. അതിനായി മസ്റ്ററിങ്ങിന് എല്ലാ മാസവും 1 മുതൽ 15 വരെ അവസരമൊരുക്കിയും തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ ഗുണഭോക്തൃ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയും ഒരാൾക്ക് തന്നെ വിവിധ തരം പെൻഷനുകൾ എന്ന രീതി ഒഴിവാക്കിയും വരുമാന പരിധി കർശനമാക്കിയുമെല്ലാം ഈ രംഗത്ത് സുതാര്യത ഉറപ്പുവരുത്തുകയാണ്. ഇതര വരുമാനക്കാർക്കും ചില ജീവനക്കാർക്കും പെൻഷൻ കൈപ്പറ്റുന്നത് കണ്ടെത്തി നടപടിയെടുത്ത സർക്കാർ സുരക്ഷാ പെൻഷനുകൾ അർഹതപ്പെട്ട കരങ്ങളിൽ എത്തിക്കാനും ഉത്സവകാലങ്ങളിലെ വിതരണം എന്ന രീതി ഒഴിവാക്കി പ്രതിമാസ പെൻഷൻ വിതരണം എന്ന സമ്പ്രദായം സ്വീകരിക്കാനും നടപടികൾ സ്വീകരിച്ചു. ഈ രംഗത്ത് കൂടുതൽ സുതാര്യതയാണ് അതിലൂടെ നമ്മുടെ സർക്കാർ ഉറപ്പുവരുത്തുന്നത്. എനിക്ക് പെൻഷൻ കിട്ടുന്നതുകൊണ്ട് ഒരു നല്ലൊരു ഉപകാരം തന്നെ. ഞാൻ ഭയങ്കര രോഗിയാണ്. സുക്കടെല്ലാം ഉണ്ട്. പ്രഷറും ഷുഗറും ശ്വാസം മുട്ടും എന്ത് വേണമെങ്കിൽ ഉണ്ട്. അതിനൊരു വലിയൊരു ഗുണമാണ് ഇത് കൊണ്ടു തരുന്നത്. അത് മാസമാകുമ്പോൾ നേരെ കൊണ്ടു തരും. 15 വർഷമായിട്ട് എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. ആരുടെ ആശ്രയം കൂടാതെ മരുന്ന് മേടിക്കാനും എല്ലാത്തിനും എൻ്റെ ആവശ്യത്തിനൊക്കെ എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. 2009 മുതൽ കിട്ടുന്ന പെൻഷനാണ് ഇത്. അപ്പോൾ 1600 കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു. ഇപ്പോൾ എനിക്ക് 1600ഓളം കിട്ടുന്നുണ്ട്. എനിക്ക് എൻ്റെതായ മരുന്നിൻ്റെ ആവശ്യത്തിനുള്ള കാശൊക്കെ എനിക്ക് ഈ പെൻഷൻ്റെ തുക കൊണ്ട് മതിയാവുന്നുണ്ട്. ഞാൻ പെൻഷന് വാങ്ങിയിട്ട് പിന്നെ ഒരു 10 കൊല്ലമായി ആയി. പിന്നെ അന്ന് 600 ഉറുപ്പ്യ ഉണ്ടായിരുന്നു. അത് പിന്നെ അവസാനം പിന്നെ 600 ഉറുപ്പ്യ പോയിട്ട് പിന്നെ 2ാമത് LDF ഗവൺമെൻറ് വന്നപ്പോൾ അത് പിന്നെ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ അത് അതിനെ ജാസ്തിയാക്കി. എൻ്റെ സ്വന്തം ചില കാര്യങ്ങൾ മരുന്നാണ് ഏറ്റവും വലിയ പ്രധാനം. ഇത് രണ്ടും നടക്കുന്നുണ്ട്. മറ്റാശ്രയമില്ലാതെ ഈ പെൻഷൻ കൊണ്ട് തന്നെ സാധിക്കുന്നത്. പെൻഷൻ ഇല്ലെങ്കിൽ ഞാൻ ആകപ്പാടെ വലിയ വിഷമത്തിലായിപ്പോയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 41 അനുസരിച്ചാണ് കേന്ദ്ര സർക്കാർ ക്ഷേമ പെൻഷൻ എന്ന സമ്പ്രദായം ഏർപ്പെടുത്തിയത്. ഇതിനായി 1953 കേന്ദ്ര സാമൂഹിക ക്ഷേമ ബോർഡ് രൂപീകരിച്ചെങ്കിലും സാമൂഹിക ക്ഷേമ പദ്ധതികളെ ആശ്രയിക്കുന്നതിന് പകരം വ്യവസായവൽക്കരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച കേന്ദ്ര സർക്കാർ വളർച്ചയുടെ ഗുണങ്ങൾ സമൂഹത്തിലെ ദരിദ്ര വിഭാഗങ്ങളിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നാണ് ഈ രംഗത്തെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പിന്നീട് സംസ്ഥാനങ്ങൾ സ്വയം സാമ്പത്തിക ശേഷിയുടെയും വികസന ശേഷിയുടെയും പരിധിക്കുള്ളിൽ നിന്നും പെൻഷൻ സമ്പ്രദായം ഏർപ്പെടുത്തി തുടങ്ങി. അങ്ങനെ കേന്ദ്രം വരുമാന പരിധിയായി നിശ്ചയിച്ചിട്ടുള്ള 25,000 രൂപ 1 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചും തുല്യനീതിയും സാമൂഹിക സുരക്ഷയും പ്രതിജ്ഞാബദ്ധതയോടെ നിറവേറ്റിയുമാണ് ഈ രംഗത്ത് കേരളം 1980 EK നായനാർ മന്ത്രിസഭയുടെ കാലം മുതൽ വൈവിധ്യ മാതൃക സൃഷ്ടിച്ചത്. അടിസ്ഥാനപരമായും ഇടത് സർക്കാർ ഈ സാമൂഹികക്ഷേമ പെൻഷനെ കാണുന്നത് ഒരു അവകാശമായാണ്. അതായത് അങ്ങേയറ്റം ദുർബല വിഭാഗങ്ങളുടെ ഒരു അവകാശം. ആ അവകാശത്തെ പൂർണ്ണമായും അതിൻ്റെ സമഗ്രതയിൽ അംഗീകരിച്ചുകൊണ്ടാണ് ഭരണനിർമ്മിതി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം സാമൂഹികക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഒരേ സമയത്ത് ഒരു അവകാശ നിർമ്മിതിയും ഭരണനിർമ്മിതിയുമാണ്. അതുമാത്രവുമല്ല, ഇത് ഒരു വലിയൊരു സാമ്പ്രദായികമല്ലാത്ത രീതിയിലുള്ള
ഒരു ഏറ്റെടുക്കൽ നടത്തിക്കൊണ്ടാണ് ഇടതു സർക്കാർ മുന്നോട്ട് വന്നത്. 2016 ഈ കുടിശ്ശിക തീർക്കുന്നു എന്ന് മാത്രമല്ല, മറിച്ച് വലിയൊരു വർധനവ് ഈ സാമൂഹ്യക്ഷേമ പെൻഷനിൽ വരുത്തിക്കൊണ്ടാണ് കേരളം മുന്നോട്ട് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ സാമൂഹിക പെൻഷൻ്റെ ഗുണമേന്മ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതും ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു അജണ്ടയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ സർക്കാർ ചെയ്യുന്ന നല്ല നന്മകളെ നമ്മളെപ്പോഴും പ്രശംസിക്കുന്നു. വീണ്ടും ഈ സർക്കാർ അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ ഇതുവരെ എന്നെപ്പോലുള്ള പാവപ്പെട്ട തൊഴിലാളി വർഗത്തിന് എന്തെങ്കിലും പ്രയോജനപ്പെടൂ എന്നൊരു വിശ്വാസമാണ് യഥാർത്ഥത്തിൽ എനിക്കുള്ളത്. അത് മാത്രമല്ല, ഇപ്പം തരുന്ന പെൻഷന് കുറച്ചുകൂടെ വർധന ഉണ്ടാക്കി തരാൻ ഈ സർക്കാരിന് കഴിയണം എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് പെൻഷൻ കൃത്യമായിട്ട് തരുന്നുണ്ട്, എല്ലാ മാസവും കൃത്യമായിട്ട് തരുന്നുണ്ട്. ഞങ്ങളുടെ ആവശ്യങ്ങൾ ചായ കൂടി, മരുന്ന് വേണ്ടിയിൽ, അങ്ങനെ നിത്യോപയോഗ കാര്യങ്ങളെല്ലാം നടത്തി തരുന്നുണ്ട്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം വലിയൊരു ഭരണമാണ് ഈ തവണത്തെ കാഴ്ചവെച്ചിരിക്കുന്നത്, ജനങ്ങൾക്ക് ഉപകാരമായ ഭരണം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി രാജ്യത്ത് തന്നെ ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കുന്ന നാടാണിപ്പോൾ കേരളം. സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ വിഹിതത്തിലെ ഏതാണ്ട് 98% വഹിക്കുന്ന കേരളത്തിന് ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ദേശീയ വിധവ പെൻഷൻ, ദേശീയ വികലാംഗ പെൻഷൻ എന്നീ പദ്ധതികൾക്കായി ശരാശരി 300 രൂപ വീതമാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്നത്. 6.8 ലക്ഷം പേർക്ക് മാത്രമായി ലഭിക്കുന്ന തുച്ഛമായ ഈ ആനുകൂല്യത്തിനുമപ്പുറം ക്ഷേമ പെൻഷൻ എന്നത് എല്ലാവർക്കും അന്തസ്സോടെ ജീവിക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം കൂടിയാണെന്ന് സംസ്ഥാന സർക്കാർ ഓർമ്മപ്പെടുത്തുന്നു. ഈ പദ്ധതിയിലൂടെ അവശരും അശരണരും വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങൾ നേരിടുന്നവരുമായ ജനവിഭാഗങ്ങളുടെ സംരക്ഷണം കൂടി ലക്ഷ്യമിടുന്ന കേരളം സാമൂഹിക ക്ഷേമ പെൻഷൻ തുക കൂടുതൽ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി സാക്ഷാത്കരിക്കാൻ തയ്യാറെടുക്കുകയാണ്. വേഗമോ, ബസ് ഇപ്പൊ പോകും. അയ്യോ പോവല്ലേ, ചെരുപ്പ് കൊട്ടി. അയ്യോ ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. വാന്ന് അവരും കൂടി ഒന്ന് വന്നോട്ടെ. ചെരുപ്പൊക്കെ തച്ച് പയ്യ വന്നാൽ. അയ്യോ പോട്ടെ 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 പോട്ടെ. ഒന്ന് നിർത്തന്നേ. ബസ് പോയി, ചെരുപ്പും പോയി, ബസ്സും പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവൻ പോണെങ്കിൽ പോട്ടെ, നമുക്കൊരു ഓട്ടോ പിടിച്ചു പോകാം. സർക്കാർ തന്ന പെൻഷനല്ലേ കയ്യിലിരിക്കുന്നേ. ചാവട്ടി വീഴണ മോനെ. അവശ്യ വിഭാഗങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഉറപ്പാക്കി പിണറായി സർക്കാർ. 54 ലക്ഷം മനസ്സുകളിൽ നിറഞ്ഞ പുഞ്ചിരി. എല്ലാ വിഭാഗങ്ങൾക്കും സർക്കാരിന്റെ കരുതൽ. സാമൂഹിക സുരക്ഷാ രംഗത്തും മാതൃക തീർക്കുന്ന കേരളം സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്കുള്ള രാജ്യത്തിന്റെ പ്രയാണത്തിനെ മുന്നിൽ നിന്നും നയിക്കുകയാണ്. എല്ലാവർക്കും മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളും ഒരുക്കിയും തൊഴിൽ ഉറപ്പാക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കിയും സമ്പൂർണ്ണ പാർപ്പിടം എന്ന സ്വപ്നവും സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും മാലിന്യ സംസ്കരണവുമെല്ലാം യാഥാർത്ഥ്യമാക്കിയും നാം നവകേരളത്തിനുള്ള ചുവടുകൾ കാക്കം കൂട്ടുകയാണ്. ആ പ്രയാണത്തിലേക്കുള്ള ഊർജമാണ് ക്ഷേമ പദ്ധതികൾ. അതിനു പിന്നിലെ ആയിരങ്ങളുടെ പുഞ്ചിരികളാണ് ഈ സർക്കാരിന് തണലും കരുത്തും പകർന്നു നൽകുന്നത്. കരുതലോടൊത്ത ചുവടുകളിൽ കതിരിടും വിജയ പടവുകളിൽ കനവുകൾ നെയ്ത പുലരികളിൽ ധീരമായി നവകേരളം. കടലോളം നിലവുകൾ നിധിയാക്കും നൗകകൾ, ഉണരുന്നോരറിവുകൾ, ഉയരുന്നോ ചിറകുകൾ. കരുതലോടൊത്ത ചുവടുകളിൽ കതിരിടും വിജയ പടവുകൾ.